അണികൾ മാത്രമല്ല നേതാക്കളും ജയിലിലേക്ക്. ചോരക്കളി നടത്തിയവരെ തീഹാറിലെത്തിക്കുവാൻ ഇ ഡി. അണികളെ അഴുക്കുള്ളിലാക്കി നേതാക്കൾക്ക് കൈകഴുകാം എന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ, അതിന് നടക്കില്ല. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ വമ്പന്മാരെ അടക്കം പൂട്ടാനുള്ള നീക്കം നടത്തുക. CPM നേതാക്കളുടെ പങ്ക് അത് അന്വേഷിക്കണമെന്ന ആവശ്യവുമായിട്ട് ഇ ഡി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആസൂത്രിത ആക്രമണം നേതാക്കളുടെ അറിവോടെയാണ് എന്നും അതിനാൽ നേതാക്കളും അകത്താകേണ്ട സാഹചര്യമാണ് എന്നും തീഹാർ ജയിലിൽ ഇവരെ എത്തിക്കുവാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ ഇ ഡി അന്വേഷിക്കുന്നത് എന്നതാണ്. അതായത് ഈ അണികളെയൊക്കെ മുന്നിൽ നിർത്തി ചോരക്കളി നടത്തുകയും അടിയുണ്ടാകുമ്പോൾ നേതാക്കൾ സുരക്ഷിത താവളങ്ങളിലേക്ക് വലിഞ്ഞ് കൈകഴുകുകയും ചെയ്യുന്ന പതിവ് CPM ശൈലിക്ക് ഒരു പുതിയ പണി വരുന്നു എന്ന് മാത്രം. നമ്മൾ കണ്ടതാണല്ലോ, ഈ ഡബിൾ എ റഹീമൊക്കെ കുട്ടികളെ കൊണ്ട് SFIയുടെ പേരും പറഞ്ഞ് വലിയ സംഘർഷം ഉണ്ടാക്കിയില്ലേ തിരുവനന്തപുരത്ത്. അതുപോലെ ഇങ്ങനെ പിന്നാമ്പുറത്ത് നിന്ന് അടിയുണ്ടാക്കുകയും അടി അത്രയും ഈ പറയുന്ന കുട്ടികൾ വാങ്ങിക്കെട്ടുകയും അതേസമയം ഇതിനു വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുകയും അടി ഉണ്ടാക്കിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്ത നേതാക്കന്മാർ ഓടി മറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇനി അത് നടക്കില്ല കേട്ടോ, പണി കൊടുക്കും. അതാണ് ഇനിയുള്ള രീതി. CMRL കേസിൽ ഇ ഡി റെയ്ഡ് നടത്തി മടങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം ഉണ്ടായതിൽ ഇ ഡി നിലപാട് കടുപ്പിക്കുകയാണ്.